ഏപ്രിൽ 17 മുതൽ 23 വരെ നടന്നുവരുന്ന മടിയൻകുലം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിലെയും കഴകങ്ങളിലെയും ദേവസ്ഥാനങ്ങളിലെയും ആചാരസ്ഥാനികരെയും കോലധാരികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചാര സംഗമം നടന്നു. ഏപ്രിൽ 17 ആരംഭിച്ച മടിയൻകുലം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കഴകങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും ദേവസ്ഥാനങ്ങളിലെയും ആചാരസ്ഥാനികരെയും കോലധാരികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചാര സംഗമം നടന്നു. ക്ഷേത്ര സന്നിധിയിൽ നടന്ന ആചാര സംഗമത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരൻ വാരിക്കാട്ട് തായർ ഭദ്രദീപം കൊളുത്തി. മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ CV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉത്തര കേരളത്തിലെ മറ്റു കാവുകളെ അപേക്ഷിച്ചിട്ട് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വ്യാഴാണ ദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് ഈ കൊളോറോ മുതൽ ചിത്താരപ്പുഴ വരെ വരുന്ന ഭാഗം നീലേശ്വരം ഗോപുരത്തിൻ്റെ കീഴിലുള്ള സമയത്ത് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ ചരിത്രൈതിഹ്യം പറയുന്നത് ക്ഷേത്രപാലീശ്വരൻ നടത്തിയ യുദ്ധവും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മടിയൻ എന്നിടത്ത് വന്ന് ഭഗവതിയുടെ മടിയിലിരുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത്. അല്ല പലതരത്തിലുള്ള ചരിത്രകഥകൾ ഉണ്ടെങ്കിലും ഇവിടുത്തെ പ്രസാദത്തിൻ്റെ മണം സ്വാദ് അറിഞ്ഞിട്ടാണ് ക്ഷേത്രപാലീശ്വരി ഇവിടെ കൂടിയുണ്ടെന്ന് പറയുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ ഒരു പ്രത്യേകത പറഞ്ഞാൽ കാളരാത്രി അമ്മയുടെ പ്രതിഷ്ഠയുണ്ട്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ K വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ആചാര സംഗമത്തിൽ വെച്ച് പൂരക്കളി അവാർഡ് നേടിയ കിഴക്കുംകരയിലെ കുമാരൻ വെളിച്ചപ്പാടിനെയും അടോട്ടെ നാരായണൻ വെളിച്ചപ്പാടിനെയും NV കുഞ്ഞികൃഷ്ണൻ നായർ മൂലച്ചേരി നായരച്ചൻ പൊന്നാടയും നിലവിളക്കും നൽകി ആദരിച്ചു. NV ബേബിരാജ്, P ബാബു, M സതീശൻ, വിശ്വനാഥൻ മലയാക്കോൾ, VV സുഹാസ്, മുട്ടത്ത് കരുണാകരൻ, C നിത്യാനന്ദൻ, V നാരായണൻ, ഭാസ്കരൻ കുതിരുമൽ എന്നിവർ സംസാരിച്ചു. ആഘോഷ സ്വീകരണ കമ്മിറ്റി ചെയർമാൻ CV തമ്പാൻ സ്വാഗതവും ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ TV തമ്പാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.